കട്ടച്ചിറ LPSലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബിരുദദാന ദിനാചരണം വേറിട്ടതായി. പ്രീ പ്രൈമറി പിന്നിട്ട് പ്രൈമറിയിലേക്ക് ചുവടുവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദദാനത്തിന് സമാനമായ അംഗീകാരം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടി പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മികവ് വിളിച്ചോതുന്നതായി. കട്ടച്ചിറ LP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം ബിരുദദാന ദിനം ആചരിച്ചത് വേറിട്ട പരിപാടിയായി. പ്രീ പ്രൈമറി കുട്ടികൾ പ്രൈമറി വിഭാഗത്തിലേക്ക് കടക്കുന്നതിനോടനുബന്ധിച്ചാണ് ബിരുദദാനം എന്ന പേരിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി സംഘാടനം കൊണ്ടും ആശയം കൊണ്ടും ശ്രദ്ധേയമാകുകയായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് സുലേഖ അരുൺ ചടങ്ങിൽ അധ്യക്ഷയായി. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദീപ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായിട്ട് തന്നെ അവർക്ക് യൂണിഫോം ഒക്കെ വെച്ചു തലേ തൊപ്പിയൊക്കെ വെച്ച് ഇരിക്കുമ്പോൾ അവർക്ക് തന്നെ മാനസികമായിട്ട് അവർ 1ാം ക്ലാസ്സിലോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന തരത്തിൽ അവർ മാനസികമായിട്ട് സെറ്റ് ചെയ്തു. ആ കുഞ്ഞിൽ നിന്നും അവർക്ക് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ തൊട്ടുണ്ട്. അപ്പം ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ തന്നെ എൻ്റെ മനസ്സിനകത്തുള്ള ഓർമ്മ നമ്മുടെ വാസുദേവൻ പിള്ള സാറും ഉണ്ണിത്താൻ സാറും ശങ്കരിയമ്മ സാറിനെയൊക്കെ തന്നെ ഒരു പ്രാവശ്യം എനിക്ക് അവരെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ തരുന്ന സ്ലേറ്റിൽ തരുന്ന 25, 20, 25, 10, 10 ഇങ്ങനെയൊക്കെയുള്ള ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ട് അവരുടെ ആ ഇൻസ്പിറേഷനൊക്കെ തന്നെ നമുക്ക് വളരെ വലുതായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രാജുവേഷൻ കഴിഞ്ഞു, അതല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ആയി ഓരോ തരത്തിൽ വരുമ്പോൾ ഈ യൂണിഫോം ഇട്ട് നമ്മൾക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ തന്നെ ഇവരെ കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആശയങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്കൂളിനെ നയിക്കുന്ന ഇപ്പൊ PTA പ്രസിഡന്റ് ആയിട്ടുള്ള അഭിലാഷ് ഓരോ നല്ല ആശയങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന് നമ്മുടെ സ്കൂളിനെ ഏതൊക്കെ തരത്തിൽ മറ്റു സ്കൂളുകളിൽ നിന്നും വ്യത്യസ്ത നിലവാരത്തിലാക്കിക്കൊണ്ട് നമ്മുടെ നിലവാരം ഏതൊക്കെ തരത്തിൽ ഉയരണം, ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കൂട്ടായ്മയുടെ ഭാഗമായി അവരുടെ മീറ്റിങ്ങുകളിൽ കൂടുമ്പോൾ ആ മീറ്റിങ്ങുകളിൽ നിന്നും PTA മീറ്റിങ്ങുകൾ കൂടുമ്പോഴും ഒക്കെ വരുമ്പോൾ ആ ആശയങ്ങളാണ് ഇതുപോലെയുള്ള നല്ല 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 കേന്ദ്ര വിദ്യാഭ്യാസ നിയമങ്ങളും ധാരാളം നിയമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും കേന്ദ്ര വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് നമ്മുടെ നഴ്സറി ക്ലാസ്സുകൾ മുതൽ വിദ്യാഭ്യാസം തുടങ്ങുകയാണ്. എന്നിരുന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വിദ്യാഭ്യാസം തുടങ്ങുന്ന 1ാം ക്ലാസ് ഒരു 70 വർഷങ്ങൾക്കൊക്കെ മുമ്പായിരിക്കും. അന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി, ഇപ്പോഴത്തെ +2, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ പണ്ട് കിട്ടുന്ന നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിഗ്രി കഴിയുന്നവരുടെ വീടുകളിൽ ഇതേപോലെ ഒരു യൂണിഫോം ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അതാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചില നമ്മുടെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ചില സ്കൂളുകളിലൊക്കെ ഇത് നടത്തി വരുന്നുണ്ട്. എന്നാലും എയ്ഡഡ് ഗവൺമെന്റ് മേഖലകളിൽ ഇത് ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പൊ അതിന് നന്ദി കുറിച്ചത് നമ്മൾ തന്നെയാണ്. സ്കൂൾ ഹെഡ് മിസ്സസ് വിദ്യ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം KR ഷൈജു, MPTA പ്രസിഡന്റ് കാവേരി ശ്രീനി, മുൻ PTA പ്രസിഡന്റ് അഭിലാഷ്, സ്കൂൾ മാനേജർ നന്ദകുമാർ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.